ഹേക്കാങ് ശരിക്കും സെക്യൂരിറ്റിനെ രക്ഷിക്കുവാനായിട്ടായിരുന്നു ആ ഒരു ഗുണ്ടേനെ ഇടിച്ചതെങ്കിൽ പോലും ഇപ്പോൾ ഗുണ്ടേനെ ഹേക്കാങ് ഇടിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹേക്കാങ് ഒരിക്കലും കുറ്റക്കാരനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഹരി സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് വിചാരിച്ചതായിരുന്നു, നീ കാരണമാണ് ഇടപെട്ടതെന്ന് പറഞ്ഞ് ഹേക്കാങ് ഹരിനെ കുറ്റപ്പെടുത്തുന്നു. അതേസമയം ഹേക്കാങ്ങിന്റെ ഒരു കോൾ വരികയാണ്. സമയത്ത് മരുന്ന് കഴിക്കാത്തത് കൊണ്ട് തന്നെ പാർക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോഴത്തേക്കും പാർക്കിനെ കാണുവാനായിട്ടായിരുന്നു ഹേക്കങ്ങ് ഓടിയെത്തിയിട്ടുണ്ടായിരുന്നത്. പാർക്കിനോട് സമയത്തൊക്കെ ഫുഡ് കഴിക്കണമെന്നും പാർക്കിനെ ജയിലിൽ നിന്ന് വെറുക്കുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും താൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അവനും പാർക്കിനെ ചെന്ന് കണ്ട് പറയുന്നു. ഇപ്പോൾ എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഹേക്കാങ് ശരിക്കും ജയിക്കേണ്ടതായിരുന്നെങ്കിൽ പോലും എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹേക്കാങ്ങിന്റെ അടുത്ത് അവർക്ക് പേടി ആയതുകൊണ്ട് അവരും ഹേക്കാങ്ങിന് വോട്ടൊന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞായിരുന്നു അവർ സംസാരിച്ചത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഒക്കെ അനൗൺസ് ചെയ്യുകയാണ്. ഇലക്ഷന് ശേഷം ഹേക്കാങ് തന്നെ ആയിരുന്നു അവരുടെ ബിൽഡിങ്ങിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്തിനിടയ്ക്ക് ആൾക്കാർ എങ്ങനെയാണ് മാറിയതെന്ന് അറിയുവാനായിട്ട് അവരും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കുമായിരുന്നു ഒരു പോസ്റ്റ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് ശരിക്കും എന്താണ് നടന്നതെന്നെല്ലാം തന്നെ സെക്യൂരിറ്റീസിന്റെ ഹെഡായിട്ടുള്ള ഒരാള് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് സ്ഥിരമായിട്ട് സെക്യൂരിറ്റിനെ മർദ്ദിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇത്തവണ ആകട്ടെ അയാൾ വന്ന സമയത്ത് ഒരു സെക്യൂരിറ്റിനെ മർദ്ദിച്ചത് കണ്ടിട്ടുണ്ടായിരുന്ന ഹേക്കാങ്ങും സെക്യൂരിറ്റിനെ രക്ഷിക്കുകയും പകരമായിട്ട് അയാളെ ഇടിച്ചിട്ടിട്ട് അയാളുടെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ശരിക്കും ഹേക്കാങ് ഞങ്ങളെ എല്ലാവരും തന്നെ രക്ഷിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു പോസ്റ്റ്. ഇത് കണ്ടിട്ടുണ്ടായിരുന്ന വ്യക്തികളാകട്ടെ എന്തായാലും ഹേക്കാങ് ആണ് ഈ ട്രൂ വാല്യൂ അപ്പാർട്ട്മെന്റിന്റെ തന്നെ ഹീറോ, സോ ഞങ്ങളുടെ വോട്ട് അവനെ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ എല്ലാവരുടെയും മനസ്സ് മാറിയിട്ട് ഹേക്കാങ്ങിന് വോട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഹേക്കാങ് രാത്രി മുഴുവൻ തന്റെ വീഡിയോ കാണുകയും ബാക്കിയുള്ളവർ കമന്റ് ഇട്ടിട്ടുള്ളത് വായിക്കുകയും ചെയ്തു മൊത്തത്തിൽ ഹാപ്പി ആകുന്നു. എന്തായാലും ആ ഒരു ബിൽഡിങ്ങിന്റെ തന്നെ റെപ്രസെന്റേറ്റീവ് ആയതിൽ അവന് ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം കാണിക്കുകയാണ്. ജാപ്പനീസിന്റെ തന്നെ വലിയൊരു ഗുണ്ട ഗ്യാങ്ങിന്റെ തന്നെ ലീഡർ ഈ ഒരു ഹേക്കാങ്ങിന്റെ ഓഫീസിൽ എത്തുകയാണ്. അയാൾ ഭയങ്കര റിച്ച് ആണ്. അതുകൂടാതെ അയാൾക്ക് പുരാതന വസ്തുക്കളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. സോ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റും അവർ കരുതിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വ്യക്തി ഹേക്കാങ്ങിന്റെ ഓഫീസിലൊക്കെ പ്രവേശിച്ചതിന് ശേഷം ഒരാൾ വന്നിട്ട് അയാളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവര് ജപ്പാനിൽ വെച്ച് തന്നെ ശത്രുക്കളാണ്. സോ ഇപ്പോഴും വന്നിട്ടുണ്ടായിരുന്ന ഗുണ്ട നമ്മുടെ VIP ഗസ്റ്റിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഗുണ്ടകളെയും ഇടിച്ചു ഒതുക്കുകയും പിന്നീട് VIP ഗസ്റ്റിനെ പരിക്കൊക്കെ ഏൽപ്പിക്കുകയും ചെയ്തിട്ട് അയാളെ കൊല്ലുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഹേക്കാങ് അവിടെ എത്തിയിട്ട് അയാളെ രക്ഷിക്കുകയാണ്. സോ ഹേക്കാങ്ങും ഹേക്കാങ്ങിന്റെ ടീമിലെ ആൾക്കാരും ചേർന്നിട്ട് ഈ ഒരു ഗുണ്ടയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇടിച്ചു തോൽപ്പിക്കുന്നു. നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുകയല്ലേ, പിന്നെ നീ എന്തിനാണ് എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അയാള് ഹേക്കാങ്ങിന്റെ അടുത്തായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഹേക്കാങ്ങും അതിന് മറുപടിയായിട്ട് നീ എന്റെ കസ്റ്റമർ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ നമ്മൾ രണ്ടുപേരും ബ്രദേഴ്സ് ആണ്, നീ എന്ത് സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് പകരമായിട്ട് ഞാൻ അത് ചെയ്തു തരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അയാളും അവിടെ നിന്ന് പോകുന്നു. സോ ഇപ്പോൾ പ്രസന്റ് സീനൊക്കെ കാണിക്കുകയാണ്. സാധാരണഗതിക്ക് ഡെലിവറി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹേക്കാങ്ങും ടീമും. ഹേക്കാങ് ഗുണ്ടനെ ചവിട്ടി വീഴ്ത്തുന്ന ദൃശ്യം മാത്രമായിരുന്നല്ലോ ആദ്യം പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നത്. ഹാരി ആയിരുന്നു കുട്ടികളെ ചെന്ന് കണ്ടിട്ട് അവര് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസിന്റെ യഥാർത്ഥ ദൃശ്യങ്ങളെല്ലാം തന്നെ സെക്യൂരിറ്റി ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കിയത് ഹാരി ആണെന്നും അതുകൊണ്ട് തന്നെ താൻ ജയിക്കുവാനുള്ള പ്രധാന കാരണം ഹാരി ആണെന്ന് പറഞ്ഞിട്ട് ഹേക്കാങ്ങും അവൾക്ക് നന്ദി പറയുന്നു. ലേ ആഗ്രഹിച്ചതുപോലെ തന്നെ അവന്റെ ക്ലബിലെ ആൾക്കാരെ ചേർന്നിട്ട് ഒമാൻ സിറ്റിനെ ഇപ്പോൾ പ്രൊജക്റ്റിലൊക്കെ ആഡ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു വാർത്ത അവനും കേൾക്കുന്നു. അതിനുശേഷം പ്രസിഡന്റിനെ അവൻ കോൾ ചെയ്ത് നോക്കുന്നു. ശരിക്കും ലീ പറഞ്ഞിട്ടായിരുന്നു ട്രക്ക് ഒന്നും തന്നെ അകത്തേക്ക് കടത്തിവിടാതെ ഡെലിവറി ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എന്റെ അപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാതെ വരികയും അതിന് പകരമായിട്ട് മറ്റൊരാൾ ഹീറോ ആയി മാറുകയും ചെയ്യുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ എന്റെ സ്ഥലത്തെ ചെടികളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഡെലിവറി ട്രക്കിനെ അകത്തേക്ക് കടത്തിവിടുവാനായിട്ട് നിങ്ങൾ അനുവദിക്കണമെന്ന് പ്രസിഡന്റിന്റെ അടുത്ത് ലീയും പറയുന്നു. ഹേഗാങ് ടീമും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇതുപോലെ ട്രൂവാലി അപ്പാർട്ട്മെന്റിന്റെ മാനേജറും അവരെ കോൾ ചെയ്തിട്ട് ഇനി ഡെലിവറി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നും ട്രക്കുകളെല്ലാം തന്നെ അകത്തേക്ക് കടത്തി വിട്ടിട്ടുണ്ട് എന്നുമുള്ള കാര്യം ഹേഗാങ്ങിനെയും അറിയിക്കുന്നത്. ഇനി ഡെലിവറി ഒന്നും ചെയ്ത് കഷ്ടപ്പെടണ്ടല്ലോ എന്നൊരു സന്തോഷം അവർക്കുണ്ടായിരുന്നെങ്കിൽ പോലും ഹേഗാങ് ആകട്ടെ തനിക്ക് പ്രസിഡന്റ് ആകുവാനായിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു ഇത്. പക്ഷേ ഇനി ഈ ഡെലിവറി ഒന്നും ചെയ്യേണ്ടാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാരുടെ ഇഷ്ടം കൂടി പിടിച്ചു പറ്റുക, താൻ എങ്ങനെ പ്രസിഡന്റ് ആകുമെന്നുള്ള ചിന്തയിലായിരുന്നു അവനുണ്ടായിരുന്നത്. ഹേഗാങ് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഹേഗാങ് ഹാരിയും കൂടി ചെന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ചെന്ന് നേരിട്ട് കാണുക, അവരെ പരിചയപ്പെടുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതൽ വോട്ട് കിട്ടുന്നതായിരിക്കുമെന്ന് ലിസാർഡും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു.
അമ്മമാരെല്ലാവരും കൂടി ഒന്നിച്ച് കോഫിയൊക്കെ കുടിച്ചിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഇതുപോലെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന റോയിയുടെ അമ്മ റെപ്രസെന്റേറ്റീവ് ആയിട്ടൊക്കെ മത്സരിക്കുകയും അവരുടെ ബിൽഡിങ്ങിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ അമ്മമാരുടെ അഭിപ്രായമൊക്കെ കേട്ടിട്ട് അതൊക്കെ പറയുവാനായിട്ട് ഒരു പ്രതിനിധിയെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായിട്ട് നീ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടി മത്സരിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മമാരുടെ നല്ലൊരു സപ്പോർട്ട് തന്നെ റോയിയുടെ അമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷേ റോയിയുടെ അമ്മ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടായിരുന്നു മത്സരിക്കുവാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവരുടെ ഹസ്ബൻഡിന് അതൊന്നും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഇതുപോലെ ഇലക്ഷനൊക്കെ വിജയിച്ച കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഹസ്ബൻഡും എത്രയും വേഗം ആ സ്ഥാനമൊക്കെ രാജിവെക്കണം, നീ എന്റെ വൈഫായിട്ടും എന്റെ മോന്റെ അമ്മയായിട്ടും മാത്രം ഇരുന്നാൽ മതി, അതല്ലാതെ മറ്റൊരു കാര്യത്തിലും പങ്കെടുക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഇരിക്കെ ഒരിക്കലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാനായിട്ട് തനിക്ക് സാധിക്കുകയില്ല എന്ന കാര്യം തുറന്നു പറയുവാനായിട്ട് തന്റെ ഫ്രണ്ട്സിന്റെ അടുത്തായിട്ട് റോയിയുടെ അമ്മയ്ക്കും സാധിക്കുന്നില്ല. കൂടുതൽ ആൾക്കാരെ കാണുവാനും പരിചയപ്പെടുവാനുമായിട്ട് ഇപ്പോൾ ഹേക്കാങ്ങും എല്ലാവരും കൂടി കോഫി കുടിക്കുന്നിടത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ അമ്മമാരും ഹേക്കാങ്ങിനോട് സംസാരിക്കുന്നു. അവർക്ക് എല്ലാവർക്കും ഹേക്കാങ്ങിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ നേരത്തെ അവൻ ഇടിച്ച വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിന്റെ കാര്യമൊക്കെ സംസാരിച്ച് അവരും ഇരിക്കുന്നു. ഇപ്പോൾ ഹാരിയും അവർക്ക് രണ്ടുപേർക്കും കുടിക്കുവാനുള്ള ഡ്രിങ്ക്സ് ആയിട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും ഹേക്കാങ്ങും വളരെ സ്നേഹത്തോടെയൊക്കെ അവളെ വിളിക്കുകയാണ്. അത് കേട്ടിട്ടുണ്ടെന്ന് ബാക്കി എല്ലാവർക്കും ഒരുപാട് അസൂയൊക്കെ തോന്നുന്നു. കൂടാതെ ഇവർ തമ്മിലുള്ള സ്നേഹമൊക്കെ കണ്ടിട്ട് അവർ എത്ര റൊമാൻറ്റിക് ആണെന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ അവരുടെ കാര്യത്തിൽ ഒരുപാട് ഇൻട്രസ്റ്റോടെ ഇരിക്കുകയായിരുന്നു എല്ലാവരും. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്നും കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്നുമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും രണ്ടുപേരും രണ്ട് ഉത്തരങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവരുടെ ലവ് സ്റ്റോറിയെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഇതുപോലെ നമ്മൾ ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്തില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ അവർക്കും വരുന്നത്. സോ അവരും അവരുടെ ലവ് സ്റ്റോറിയെ കുറിച്ച് സ്വന്തമായിട്ടൊക്കെ ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസും ചെയ്ത് നോക്കുന്നു. അവൾ എല്ലാ കാര്യത്തിലും അവനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവനും കുറച്ച് ബോണസ് ഒക്കെ അവൾക്ക് നൽകുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ നമ്മൾ നല്ലൊരു കപ്പിളായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ അടുത്തതായിട്ട് നീ നല്ലൊരു അമ്മയായിട്ട് അഭിനയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹാരിനെയും ബുക്കിനെയും ഒന്നിച്ച് പറഞ്ഞയക്കുകയാണ്. സോ പ്ലേ ഗ്രൗണ്ടിലൊക്കെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന അവനും തൊട്ടടുത്തായിട്ട് മറ്റൊരു കുട്ടി ഇതുപോലെ വരുമ്പോഴത്തേക്കും അവരുടെ അടുത്തായിട്ട് കൂടുതൽ സംസാരിക്കുന്നു. അതായത് ആ ഒരു അമ്മയുടെ അടുത്ത് എന്റെ അമ്മേനെ കാണുവാൻ സുന്ദരി അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഹാരിനെ ഒരുപാട് പുകഴ്ത്തുകയായിരുന്നു ബുക്കും ചെയ്തത്. മൊത്തത്തിലുള്ള അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ലിസാർഡും എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കാണ് ഒരുപാട് മെമ്പേഴ്സിനെ റീഅപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഹേക്കാങ്ങിനും അവൻ അറിയിക്കുന്നത്. അതായത് നിലവിലുള്ള പ്രസിഡന്റ് ആണ് രാജാവ്. അവന്റെ കൂടെ അവന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് മൂന്നാല് പേരെ നിർത്തിയിട്ടുള്ളത്. ഇവരെല്ലാവരും തന്നെ പ്രസിഡന്റ് എന്തു പറയുന്നു അത് മാത്രമേ കേൾക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവരെ എല്ലാവരും റീഅപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് വർഷങ്ങളായിട്ട് ഒരു നെറ്റ്വർക്ക് ഒക്കെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതിന്റെ അകത്ത് നീ വന്ന് കഴിയുമ്പോഴത്തേക്കും നീ തികച്ചും ഒറ്റപ്പെട്ടു പോകുന്നതായിരിക്കും. എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും നീ ഒറ്റയ്ക്ക് തന്നെ നിന്നിട്ട് ഇവരെ എല്ലാവരെയും കയ്യിലെടുക്കേണ്ടതായിട്ടുണ്ട് എന്നും ലിസാർഡ് പറഞ്ഞു കൊടുക്കുന്നു.